നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മധുരമാങ്ങ അച്ചാറാണ്. ഉപ്പിട്ട് അരമണിക്കൂർ വെക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ 1 സ്പൂൺ ഉലുവ ഇടണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് ഇളക്കണം. മുളക് പൊടി ഒരു 2.5 ടീസ്പൂൺ, ഇത് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. 2.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ കായപ്പൊടി, മസാല പൊടിച്ചത്, മസാലപ്പൊടിയും കൂടി ഇതിനകത്ത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ മാങ്ങയ്ക്ക് പഴുത്ത മധുരമാങ്ങയുടെ അച്ചാറിന് പ്രത്യേക മസാലപ്പൊടി ഇടും. ഗരം മസാല എല്ലാം കൂടെ ഇളക്കി. വിനാഗിരി കുറച്ച് മതി, വിനാഗിരി ഒരുപാട് വേണ്ട. നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെച്ച മാങ്ങ അതും കൂടി ചേർക്കണം. അതിൽ ഉപ്പിട്ട് അരമണിക്കൂർ നേരം വെച്ച മാങ്ങയാണ്. അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലോണം ഇളക്കണം. അച്ചാറിനകത്തേക്ക് നമ്മൾ അരപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മാങ്ങ അച്ചാറിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ നമ്മൾ ചേർക്കണം. മാങ്ങ അങ്ങോട്ട് മാറ്റി വെച്ച ശേഷം നമ്മൾ വേറെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് നമുക്ക് പിന്നെ അതിനകത്തേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം. നമ്മൾ ഒരു സവാള കൊത്തിയരിഞ്ഞ് വെച്ചത് ഇതിനകത്തേക്ക് ഇട്ട് നല്ലോണം വഴറ്റണം. നല്ല തവിട്ട് നിറാകണ വരെ അത് വഴറ്റണം. സവാള നല്ല തവിട്ട് കളറായിട്ടുണ്ട്. എല്ലാം മൂത്ത് നല്ല തവിട്ട് കളറായിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങാക്കറിയിലേക്ക് നമുക്ക് ഈ സവാള നല്ലോണം മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഒഴിച്ച് എല്ലാം കൂടി ഇട്ട് ഇളക്കി നല്ലെണ്ണയിൽ മൂപ്പിച്ചത് എല്ലാം അതിനകത്തേക്ക് ഒഴിക്കണം. നമ്മൾ യോജിപ്പിച്ച് നമ്മൾ ഇടക്കി മൂടി വെച്ചിട്ട് മധുരമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല രസമുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊരു വെറൈറ്റിയാണിത്.